വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡീകോഡ് ദ മിസ്റ്ററി ഓഫ് വോളിയം എന്ന സീരീസിൻ്റെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചതെല്ലാം നമ്മൾ ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ വോളിയം പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡെപ്ത് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം. ഒരു പുതിയൊരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഉള്ള RSI അങ്ങനത്തെ ഇൻഡിക്കേറ്റർ അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ വോളിയത്തിൻ്റെ ഒരു പ്രൊഫൈൽ. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെഷൻ വോളിയം പ്രൊഫൈൽ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ സെഷൻ വോളിയം പ്രൊഫൈൽ. ഓൾറൈറ്റ്, അതിനകത്ത് സെഷൻ വോളിയം പ്രൊഫൈൽ HD എന്ന് പറയുന്ന ഒരു വോളിയം ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇത് ചെയ്യുമ്പോഴത്തേനും ഇത് വരും. നമുക്ക് SVP HD എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാമല്ലോ. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് ഇടുമ്പോഴത്തേനും ബേസിക്കലി എന്താണ് ഈ ഡേറ്റ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ദിവസത്തെയും ഓൾറൈറ്റ് സെഷൻ വോളിയം പ്രൊഫൈൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും. സെഷൻ വോളിയം പ്രൊഫൈൽ റൈറ്റ്. അതിപ്പം റിമൂവ് ആയിപ്പോയി ഇവിടുന്ന്, എന്താ പറ്റിയെന്ന് അറിയില്ല. ഓൾറൈറ്റ്, അപ്പം ഈ ഒരു സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും സെപ്പറേറ്റർ. അപ്പോൾ നമ്മൾ സെഷൻ ബ്രേക്സ് നമ്മൾ ഇവിടെ ഇടാണ്. ഓൾറെഡി ഇവിടെ ഓരോ ലൈൻസ് കണ്ടോ, ആ ലൈൻസ് സെഷൻ ബ്രേക്സിന് നമുക്ക് കാണുന്നതാണ്. അതായത് ഓരോ ദിവസവും ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൻ്റെ വോളിയത്തിൻ്റെ ഡെപ്ത് എന്താണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് നമുക്ക് POC ലൈനെ മാത്രം ഫോക്കസ് ചെയ്യാം. ഓൾറൈറ്റ്, നമുക്ക് മറ്റേ വാല്യൂ ഏരിയ അതൊന്നും നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ഈ POC ലൈൻ എവിടെയെല്ലാം ആണോ അവിടെയെല്ലാം നമ്മൾ നോക്കുക. POC ലൈൻ എവിടെയാണ്? POC ലൈൻ സിമ്പിൾ അല്ലേ? കാണുമ്പോൾ നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. നൗ പ്രൈസ് ഇങ്ങനെ ലോവർ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ POC ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഇവിടെ POC ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. റൈറ്റ്, മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. നൗ അതിനുശേഷം ഒരു പ്രൊഫൈൽ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് എന്താണ്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ് എന്ന് പറയുന്നത്. റൈറ്റ്, മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്. അപ്പോൾ വീണ്ടും അതിനുശേഷം ഈ ഒരു POC ലൈനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും അതിന് താഴെയാണ് POC ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എഗെയിൻ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. എഗെയിൻ ഈ POC വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീവിയസ്ലി വന്നിരിക്കുന്ന സെഷനെ വെച്ച് നമ്മൾ പ്രീവിയസ് ഡേ വെച്ച് കമ്പയർ ചെയ്തു ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഈസ് എഗെയിൻ അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി മനസ്സിലായല്ലോ. സോ പ്രീവിയസ്ലി ഉള്ള ഡേയ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയം, വെദർ ദ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ് ഓർ വെദർ ദ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ് എന്ന് നമുക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന്. നൗ ഇനി മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ ഹയർ പ്രൈസസ് ഓർ ലോവർ പ്രൈസസ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവിടെ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പം ഇതിനകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. നമുക്ക് ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് പ്രൊഫൈലിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്. ഇതാണ് മാർക്കറ്റിൻ്റെ ലോവർ ഇതിൽ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് ഇവിടം വരെ വന്നു. റൈറ്റ്, അപ്പോൾ ഈ ഒരു ഫുൾ റേഞ്ചിൽ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെയാണ്. മാർക്കറ്റിൻ്റെ ആ ഒരു വോളിയത്തിൻ്റെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് പ്രൊഫൈലിനകത്ത് ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റ് വോളിയം പ്രൊഫൈലിനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ്, സോ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്. റൈറ്റ്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോ ഓക്കെ, ഞാൻ റിയലി റെഡിയാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റൈറ്റ്, ബിഗ് ബോയ് ഈസ് റെഡി, മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷേ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ ഈ പ്രൊഫൈലിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഡേയിൽ ഉള്ളതിലെ ആവറേജ് പ്രൈസ് എന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ചെയ്തിരിക്കുന്ന ഏരിയയിലായിരിക്കും. റൈറ്റ്, ദാറ്റ് മീൻസ് ബിഗ് ബോയ് ഹാസ് ഹിറ്റ് ആൻ ഓർഡർ മോർ ദാൻ വാട്ട് ഹി വാണ്ട്സ് അല്ലേ? ബിഗ് ബോയ്ക്ക് ഓൾറെഡി അവിടെ ഓർഡർ കിട്ടി, ഏറ്റവും കൂടുതൽ ഓർഡർ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോ നാച്ചുറലി അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് നോ ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ്. സോ ലോവർ മൈ പ്രൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിഗ് ബോയ് നൗ പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇപ്പോൾ ഹയർ ദ പ്രൈസസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് ഈസ് റെഡി ടു ഗോ ടു ദ നോർത്ത്. റൈറ്റ്, ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലോവർ ദ പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ്, ഈ ആവറേജ് പൊസിഷൻ്റെ പ്രൈസ് കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് എന്ത് ചെയ്യണം? താഴോട്ട് നേരെ ട്രേഡ് ചെയ്തിറങ്ങണം.
താഴോട്ട് നേരെ ട്രേഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് വാസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്, ദെൻ സഡൻലി ഒരു ഷിഫ്റ്റ് വരുന്നു, മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്. ആൻഡ് ഈ ഒരു പ്രൊഫൈലിൽ നോക്കുമ്പോഴും ഏറ്റവും ഹ്യൂജ് വോളിയം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഇത് നോക്കണ്ട, ബിക്കോസ് ഇവിടെ കൂടുതൽ സമയം ട്രേഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടുത്തെ വോളിയത്തിനകത്ത് ഇത്ര വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ POC ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരത്തില്ല. POC ലൈൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പ്രൈസ്, മാർക്കറ്റിൻ്റെ വോളിയം ഡെപ്തിലുള്ള ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ഹയർ ആയിപ്പോയി. അതുകൊണ്ടാണ് POC ലൈൻ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വോളിയത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വി വിൽ ഓൾവേസ് ഫോക്കസ് ഓൺ ദ POC ലൈൻ. എവിടെയാണ് POC ലൈൻ? POC ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി അവിടുത്തെ പ്രൈസിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? ആവറേജ് പ്രൈസ്. ഇപ്പം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രൂപയ്ക്ക് ഒരു ട്രേഡ് നടന്നു, പിന്നെ ഒരു രൂപയ്ക്ക് ഒരു ട്രേഡ് നടന്നു, ഒരു രൂപയ്ക്ക് ഒരു ട്രേഡ് നടന്നു, അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ഒരു ട്രേഡ് നടന്നു. അപ്പോൾ 1, 2, 3, 4 പ്രാവശ്യം ഡിവൈഡഡ് ബൈ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആവറേജ് പ്രൈസ് കിട്ടുന്നതെന്ന് പറയുന്നത്. റൈറ്റ്? ഇപ്പോൾ നമ്മൾ 1 രൂപയ്ക്ക് നടന്നു, 2 രൂപയ്ക്ക് നടന്നു, 3 രൂപയ്ക്ക് നടന്നു, 5 രൂപയ്ക്ക് നടന്നു. അപ്പോൾ 5, 3, 8, 2, 10, 11, 11 ബൈ എത്ര പ്രാവശ്യം നടന്നു? 1, 2, 3, 4 പ്രാവശ്യം നടന്നു. സോ 11/4 എന്ന് പറയുന്നതാണ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ആവറേജ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി POC ലൈനെ നോക്കുമ്പോഴത്തേനും ഷിഫ്റ്റായി കഴിയുമ്പോൾ ഈ POC ലൈനിൽ നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇവിടെ നമ്മളെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഈ POC ലൈനാണ് ഇപ്പോഴത്തെ ആവറേജ് പ്രൈസിൽ. ഈ കംപ്ലീറ്റ് ഡേയിലെ ആവറേജ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഹയർ ദ പ്രൈസ് ആയിപ്പോയി. സോ കൂടുതൽ അവിടെ ക്വാണ്ടിറ്റിയും നടന്നിട്ടുണ്ട് അല്ലേ? ക്വാണ്ടിറ്റി ഇവിടെ കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും പ്രൈസിൻ്റെ മെക്കാനിക്സിൽ നോക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നടന്നിട്ടുണ്ട്, പ്രൈസും കൂടുതൽ റേറ്റിലേക്ക് കയറി വന്ന് നടക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? സോ ബിഗ് ബോയ്ക്ക് ഓർഡർ കിട്ടി, സോ ഐ വിൽ ലോവർ മൈ പ്രൈസസ്. ടു ലോവർ മൈ പ്രൈസസ് എന്ന് പറയുമ്പോൾ ഈ പ്രീവിയസ്ലി ഇതിപ്പം കറൻ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതല്ലേ. ഇപ്പം നെക്സ്റ്റ് ഡേ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ബൈങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇത് ഡിസ്കൗണ്ട് ചെയ്യണം അല്ലേ? ഇത് ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളതല്ല മാർക്കറ്റിൻ്റെ തത്വം എന്ന് പറയുന്നത്. ഇത് ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ തത്വം. ബിക്കോസ് ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലുക്ക് അറ്റ് ദിസ്, ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ദേ ആർ ഇൻ ട്രബിൾ. ഇവിടെ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ദേ ആർ ഇൻ ട്രബിൾ. എവറിബഡി ഈസ് ട്രബിൾ അല്ലേ? എവറിബഡി ഈസ് ഇൻ ട്രബിൾ. അപ്പോൾ അങ്ങനെ ട്രബിൾ വരുമ്പോൾ മാർക്കറ്റ് ഈസ് ട്രേഡിംഗ് ഇൻ ആൻ അൺഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. റൈറ്റ്? അങ്ങനെ ഒരു അൺഫെയർ പ്രൈസിലാണ് മാർക്കറ്റ് അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ആ അൺഫെയർ പ്രൈസിൽ നിന്നും മാർക്കറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേൺ ബാക്ക് ബുള്ളിഷ് അല്ലേ? ബുള്ളിഷ് അങ്ങോട്ട് എങ്ങനെ തിരിച്ച് കയറിപ്പോവും? ഇറ്റ് വിൽ ടേൺ ബാക്ക് ടു മിറ്റിഗേറ്റ് ദ അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ. റൈറ്റ്? അപ്പോൾ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആ പർട്ടിക്കുലർ കറൻ്റ്ലി നടന്നിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വി വിൽ നോ ദാറ്റ് ഈ പ്രൈസിൻ്റെ ആവറേജ് പൊസിഷൻ സമയം ഹിയർ ആയിരിക്കും അല്ലേ? അപ്പം ഇവിടെ ഈ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള പ്രൈസിൻ്റെ സ്ട്രക്ചറിലേക്ക് പ്രൈസ് തിരിച്ചു വരും. റൈറ്റ്? ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം ടു വാട്ട് എക്സ്റ്റെൻറ്റ് മാർക്കറ്റ് വിൽ കം ബാക്ക്? അപ്പോൾ ഇത് വൺസ് ഇവിടെ എല്ലാവരും ട്രബിൾ ആയി കഴിയുമ്പോഴത്തേനും പ്രൈസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ കം ബാക്ക് ടു മിറ്റിഗേറ്റ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇതിനടുത്ത് വന്നതിന് ശേഷമാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? വീണ്ടും താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ സെഷനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റൈറ്റ്? അപ്പം എല്ലാ പ്രാവശ്യവും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡൈനാമിക്സിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇതിനെ വെച്ച് മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്കൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റൈറ്റ്? മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ലോവർ പ്രൈസസ്, സഡൻലി ഷിഫ്റ്റിംഗ്. റൈറ്റ്? സോ മാർക്കറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഹയർ പ്രൈസസ്. സോ ഹയർ പ്രൈസസ് വരുമ്പോഴത്തേനും എന്താണ് നമ്മളെ സംബന്ധിച്ച് വേണ്ടത്? ഹയർ പ്രൈസസ് വരുമ്പോഴത്തേനും ആ ഒരു ഹയർ പ്രൈസസിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോത്ത് പീപ്പിൾ വിൽ ബി ഔട്ട്. അവിടെ ഒരു അൺഫെയർ പ്രൈസിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ഇൻ ആൻ ഏരിയ വേർ നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഓർ ഫിയർ ഈസ് അറ്റ് മാക്സിമം എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഫിയർ അറ്റ് മാക്സിമം ലെവലിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഈ ഫിയർ അറ്റ് മാക്സിമം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് വിൽ ടേൺ ബാക്ക് അഗെയിൻ ബുള്ളിഷ് ടു മിറ്റിഗേറ്റ് ദിസ് ലെവൽ. മനസ്സിലായോ? വീണ്ടും തിരിച്ചിവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് അവരെല്ലാം ട്രബിളിലായി. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ POC ലൈൻ കാണുന്നു. റൈറ്റ്? അങ്ങനെ POC ലൈൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും
നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു പ്രീവിയസ്ലി വന്നിരിക്കുന്ന POC ലൈന് താഴെ, റൈറ്റ്, ഇതിന് താഴെ മാർക്കറ്റ് പെട്ടെന്ന് സഡൻലി ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ, റൈറ്റ്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഈ ഒരു POC ലൈനാണ്, അതിന് മുകളിൽ പോയി, അതിനുശേഷം താഴെ വന്നു, റൈറ്റ്, വീണ്ടും മുകളിൽ വന്നു, അതിനുശേഷം സഡൻലി ബ്രേക്കിംഗ് ഡൗൺ. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, റൈറ്റ്. നമുക്ക് ഇപ്പോൾ ഇവിടെ സെഷൻ വോളിയം പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ POC ലൈൻ എന്ന് പറയുന്നത്, റൈറ്റ്. ഇതൊരു ലൈൻ ആയിരുന്നു അല്ലേ, ഈ പ്രീവിയസ് ഡേയിൽ. നമ്മൾ ഈ പർട്ടിക്കുലർ ഡേയിൽ ട്രേഡിങ് നമുക്ക് അറിയത്തില്ല, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഇനി ഈ വോളിയം പ്രൊഫൈൽ നമ്മൾ അങ്ങോട്ട് ഹൈഡ് ചെയ്യുന്നു, റൈറ്റ്. ഇപ്പോൾ നമുക്ക് ഇത് ഈ ഡേയിലെ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. ഈ POC ലൈൻ ഈ ഡേയുടെ ആണ്, റൈറ്റ്, POC. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡേയിലെ POC ആയിട്ടാണ് ഇവിടെ ഞാൻ ഈ POC ഇട്ട് ലൈൻ ഇട്ടു. നൗ ഇതായിരുന്നു പ്രീവിയസ് ഡേയുടെ ഇത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മോളിൽ പോയിട്ട് നേരെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, റൈറ്റ്, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇത് ഹ്യൂജ് സ്വീപ്പായിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, റൈറ്റ്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എവിടെയായിരിക്കും മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത് എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കണമെങ്കിൽ എക്സാക്ട്ലി ആ POC ലൈൻ ബ്രേക്ക് ഡൗൺ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു ഹറി സെല്ലിംഗ് ആണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, റൈറ്റ്, ഇത് POC ലൈനാണ്. സോ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്, വീണ്ടും ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴോട്ട് ഇങ്ങനെ പ്രൈസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതുണ്ടോ, ഇവിടെ വന്നിട്ട് വീണ്ടും താഴോട്ട് വരുന്നുണ്ടോ, അതാണ് കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് ഇതാണ് അതിനകത്തെ ഇത്. വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു. ഈ ഒരു സെനാരിയോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലുള്ള അതുപോലെയുള്ള ഒരു ട്രേഡിംഗ് സെനാരിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല അല്ലേ. 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. വീണ്ടും പ്രൈസ് എന്ത് പറ്റി, പ്രൈസ് നേരെ മുകളിലോട്ട് പോയി, റൈറ്റ്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ POC ലൈൻ താഴെ ഇവിടെ ഇതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, റൈറ്റ്. ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പ്രൈസ് എന്ത് വരും, നേരെ താഴോട്ട് വീണ്ടും വരുന്നു. നേരെ താഴോട്ട് വീണ്ടും വന്നു കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് ഡേയിൽ നമ്മൾ നോക്കേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, റൈറ്റ്. സോ പ്രൈസ് വിൽ കം ബാക്ക് അഗെയിൻ ലൈക്ക് ഹെൽ, അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ പതുക്കെ കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് സി യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി, മനസ്സിലായോ. സോ വേറെ POC ലൈൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ഏത് സെഷൻ ആണെങ്കിലും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു സി സം സോർട്ട് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലേ. അങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മൾ കാണുവാണെന്ന് വിചാരിച്ചോ, അതായത് ഹറി സെല്ലിംഗ്, ഇതുപോലത്തെ സെല്ലിംഗ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു POC ലൈൻ ആയിരുന്നു എന്ന് വിചാരിക്കാം, പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഡേയുടെ POC ലൈൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ ആ POC ലൈനാണ് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കത് നോക്കിക്കളയാം, അങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഡേയുടെ POC ഏതായിരുന്നു നോക്കാം. സോ ഇതൊരു POC ആയിരുന്നു, റൈറ്റ്. അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു, അല്ലേ. അപ്പം ഈ POC ലൈനിൽ നിന്നും എന്ത് പറ്റി, ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഇതൊരു POC ആയിരുന്നു, റൈറ്റ്. അവിടെ നിന്നും പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് നേരെ ഇനി എന്ത് പറ്റും, ഈ POC ലൈനിലേക്ക് വരുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു, നേരെ തിരിച്ചു പോയി. വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് പ്രൈസ് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ വന്ന് തിരിച്ചു വരുന്നുണ്ട്, റൈറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ഡേയ്സിൽ എല്ലാം സ്ട്രാറ്റജി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. സോ നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം, എവിടെയെല്ലാം കിട്ടുന്നുണ്ടോ നോക്കാം, എൻട്രീസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതൊരു POC ആയിരുന്നു, ഇവിടെ ആ ഒരു സെനാരിയോ കാണുന്നുണ്ടോ, ഇല്ല. ഇതൊരു POC ആയിരുന്നു, അവിടെ കാണുന്നില്ല. സോ ഈ ഒരു POC അതിൻ്റെ മുകളിലാണ്. ഇവിടെ നമുക്ക് POC ലൈൻ ഇല്ല, ഓൾറൈറ്റ്. ഇത് പഴയ POCയാണ്. നൗ ലെറ്റ് സി, ഇവിടെ ഇതൊരു POC ലൈനായിരുന്നു, റൈറ്റ്. അപ്പോൾ ഈ പർട്ടിക്കുലർ POC ലൈനിൽ ആ സെയിം സോർട്ട് ഓഫ് സെല്ലിങ് നമ്മളിവിടെ കാണുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഇനി പ്രൈസ് തിരിച്ച് റിവേഴ്സിൽ വരുമ്പോഴത്തേനും 1 2 3 എത്ര ദിവസം നമ്മൾ നോക്കുക, എത്ര ദിവസം ഇതിൻ്റെ ആ ഒരു ലെവലിൽ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന്, കൃത്യം ആ ലൈനെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നമുക്ക്. ഇവിടം വരെ വന്നില്ല, അതിനിപ്പുറം തന്നെ താഴോട്ട് പോകുന്നു, റൈറ്റ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോകാം, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കിട്ടുമെന്ന്, റൈറ്റ്. സി ഈ POC ലൈനിൽ നിന്ന് നേരെ താഴോട്ട് വരുന്നു, ഓൾറൈറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ POC, പക്ഷേ ഇവിടെ മിറ്റിഗേഷന് വേണ്ടിയിട്ട് വീണ്ടും വരുന്നില്ല. അതിനുശേഷം വീണ്ടും പോയി ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നു. സോ ഗുഡ് സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോൾ
ഈവൻ 10 ഇതുണ്ടോ, ഈ POC ലൈൻ ക്രോസ് ചെയ്ത് പ്രൈസ് നേരെ താഴേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞ ശേഷം എക്സാക്ട്ലി ആ POC ലൈനിൽ ഇവിടെ വന്നിട്ട്, പക്ഷേ ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല, റൈറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ എൻട്രി കിട്ടത്തില്ല നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ ആക്ച്വലി നമ്മൾ POC ലൈനിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും ഇതാണ് POC ലൈൻ. സോ ഹെവി സെല്ലിങ്, റൈറ്റ്. സെല്ലിങ് വന്നതിന് ശേഷം ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലേക്ക് വീണ്ടും പ്രൈസ് കയറി വന്നതിന് ശേഷം ഈ POC ലൈൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും ഇവിടെ ബിക്കോസ് ഈ ഹെവി സെല്ലിങ് നടത്തിയതുകൊണ്ട് അടുത്ത് വരുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെറിയ ടാർഗറ്റിലേക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും സെല്ലിങ് ഇവിടെ കൂടുതലാണ് വരുന്നതെങ്കിൽ വീണ്ടും ഇത് വീണ്ടും കയറി വന്ന് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും താഴോട്ട് വരും. ഇങ്ങനെയാണ് അതിൻ്റെ സെല്ലിങ്ങിൻ്റെ ഇത് വരുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കിവിടെ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സെല്ലിങ് കൂടുതലായിട്ട് വന്നു എന്ന് വിചാരിക്കുക, എക്സിറ്റ് ഇമീഡിയറ്റ്ലി. ഇതാണ് അതിനകത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.